ഹായ് ചങ്കുകളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ് തക്കാളി തൊക്ക്. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ഐറ്റമാണത്. തമിഴന്മാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ആൾക്കാർ. അപ്പോൾ നമ്മളതിനായിട്ട് ഒരു 1.5 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. 1.5 കിലോ തക്കാളി നമുക്കിപ്പോൾ വില കുറവിന് കിട്ടിയാൽ നമ്മൾ മേടിച്ചതാണ്. ആണ് ഈ തക്കാളി തൊക്ക് ഉണ്ടാക്കാൻ കാരണം. ഈ തക്കാളിയൊക്കെ വില കുറവിന് കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നല്ലത്. നമുക്ക് വല്ല ദോശ ആ ചോറിനോ ഒക്കെ ഒപ്പം നമുക്ക് ഒരു സൈഡായിട്ട് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 1.5 കിലോ തക്കാളി, ഒരു 200 എണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, അത് 3 ടീസ്പൂൺ കാശ്മീരി, പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ കായം, കടുക്, ഉലുവ, വേപ്പല, പിന്നെ ഒരു ലേശം വാളംപുളി. അപ്പോൾ നമുക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. നമുക്ക് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ തക്കാളിയും പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ കാശ്മീരിയും 1 ടീസ്പൂൺ നമ്മൾ സാധാ മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ പുളി. ഇതെല്ലാം കൂട്ടി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവട്ടെ. ഇത് വെന്തിട്ട് നമ്മൾക്ക് ഇത് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കണത്. അപ്പോൾ അത് സാധനം നമുക്ക് വേവട്ടത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ വെന്ത് പരിവായിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ആ ചൂടാറുമ്പോഴേക്കിനും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1 ടീസ്പൂൺ ഉലുവയും ഒരു 1.5 ടീസ്പൂൺ കടുകും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് വറുത്ത് നമുക്ക് പൊടിച്ച് അത് കൂട്ടണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പല കറികളും തമിഴ്നാട്ടിൽ വന്നാണെന്ന് സംശയമുണ്ട്. സാമ്പാർ, രസം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ? എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്കിനിപ്പോൾ ഒരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒരു 200 എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായാൽ നമുക്കൊരു 2 ടീസ്പൂൺ കടുക് ഇടണം. പിന്നെ നമുക്ക് കുറച്ചധികം വേപ്പില. നമ്മൾ നേരത്തെ വെളുത്തുള്ളി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വേപ്പിലിട്ട് നമുക്കിനി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി ഇടാം നമുക്ക്. അതിട്ട് നന്നായിട്ട് മൂക്കട്ടെ. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വറവായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തക്കാളിയൊക്കെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ വീട്ടിൽ വെച്ച് നോക്ക്. എനിക്കിവിടെ 1 കിലോ 15 രൂപയായിട്ട് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇവിടെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഓഫറായപ്പോൾ ഇങ്ങനെ 15 രൂപ കിട്ടിയപ്പോൾ മേടിച്ച്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് മാത്രം. എന്തൊക്കെയായാലും സാധനം സൂപ്പറാട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി സാധനങ്ങളൊക്കെ നന്നായിട്ടൊരു മൂത്ത് വരുന്നുണ്ട്. നമുക്കത് ഇനി നേരത്തെ മിക്സിയിൽ അടിച്ചിട്ട് തക്കാളി കൂട്ട് നമുക്ക് അതിലേക്ക് കൂട്ടി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയണം. അപ്പോൾ എന്താ ശരിയായിട്ട് പരിവാവാം. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണമെങ്കിൽ സാധനം കേടുകൂടാണ്ടിരിക്കും കുറച്ച് ദിവസം. ഒരു മാസമൊക്കെ എന്തായാലും ഇരിക്കും എന്തായാലും. അപ്പോൾ നമുക്കിന്ന് ഈ സൈഡായിട്ടൊക്കെ ഉപയോഗിക്കുക. ഈ അച്ചാറിന് പകരം ഏകദേശം അച്ചാറിൻ്റെ പോലെ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ ഐറ്റം ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കിട്ടാൽ മതി. ഇത് എൻ്റെ ഇഷ്ടത്തിന് ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ശർക്കര. നമുക്ക് ഇനി ഇത് മൂടി വയ്ക്കാം. അപ്പോൾ അത് എണ്ണയൊക്കെ പെട്ടെന്ന് തെളിഞ്ഞ് ഡീസൻ്റ് ആവും. അപ്പോൾ നമ്മൾ മൂടി തുറന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ സാധനം
ഡീസൻ്റായിട്ട് വരുന്നുണ്ട്. തക്കാളി തൊക്ക് സൂപ്പറാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളെ ശർക്കര അലിഞ്ഞിട്ടില്ല, ശർക്കര ഒന്ന് അലിഞ്ഞ് റെഡി ആവട്ടെ. നമ്മളെ ശർക്കര അലിഞ്ഞ് സാധനം റെഡിയായി. നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടിച്ച് വെച്ചേക്കണ കടുകും ഉലുവയും ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായം, അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൻ പറ്റുക. ചില ആൾക്കാർക്ക് കായത്തിൻ്റെ ഇതൊന്നും ഇഷ്ടാവില്ല. കായവും ശർക്കരയും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല ഇതിനകത്ത്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ കൂട്ടാം. അപ്പോൾ നമ്മുടെ തക്കാളി തൊക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തക്കാളി തൊക്ക് നോക്കിയേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണണം. ബായ്.